നാളെ നടക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ തേർഡ് ലെവൽ എഴുതുന്ന എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ചെറിയൊരു കറണ്ട് അഫെയർ സീരീസിൻ്റെ റിവിഷൻ പോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കൂട്ടുകാരെല്ലാം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് നാളെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫെയർ റിവിഷൻ കുറച്ച് ചോദ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 61.8 കോടി രൂപയ്ക്ക് വിറ്റുപോയ ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗിൽ. മറക്കല്ലേ, 61.8 കോടി രൂപയ്ക്ക് വിറ്റുപോയ ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം വരച്ച ആരാണ്? അമൃത ഷേർഗിൽ. അടുത്തത്, ഏതു മലയാള ചിത്രത്തിൻ്റെ തിരക്കഥയിലൂടെയാണ് ഷാഹി കബീർ മികച്ച തിരക്കഥാകൃത്തിനുള്ള 2023 ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹനായത്? നായാട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഏതു മലയാള ചിത്രത്തിൻ്റെ തിരക്കഥയിലൂടെയാണ് ഷാഹി കബീർ മികച്ച തിരക്കഥാകൃത്തിനുള്ള 2023 ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹനായത്? നായാട്ട് എന്ന സിനിമയ്ക്കാണ്. അടുത്തത്, ഏത് ഇന്ത്യൻ സാഹിത്യകാരൻ്റെ കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായാണ് ഫയർ ബേഡിന് 2023 JCB പുരസ്കാരം ലഭിച്ചത്? പെരുമാൾ മുരുകൻ്റെയാണ്. അപ്പം മറക്കല്ലേ, പെരുമാൾ മുരുകൻ്റെയാണ്. അതായത് ഏത് ഇന്ത്യൻ സാഹിത്യകാരൻ്റെ കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡിനാണ് 2023 JCB പുരസ്കാരം ലഭിച്ചത്? അപ്പോൾ ഓർത്തു വെച്ചോ, പെരുമാൾ മുരുകനാണ്. ആ ഫയർ ബേഡിൻ്റെ ശരിക്കുമുള്ള തർജ്ജിമ ചെയ്യുന്നതിന് മുമ്പുള്ളത് ആളണ്ടപ്പച്ചി എന്ന് പറഞ്ഞ കൃതിയാണ് വിവർത്തനം ചെയ്ത് ഫയർ ബേഡ് ആക്കിയത്. വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. മറക്കല്ലേ. അടുത്തത്, അരുന്ധതി റോയുടെ ഏത് കൃതിയുടെ ഫ്രഞ്ച് പരിഭാഷയിലൂടെയാണ് അവർക്ക് 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് ലഭിച്ചത്? ആസാദിയാണ്. മറക്കല്ലേ, ആസാദിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അരുന്ധതി റോയുടെ ഏതു കൃതിയുടെ ഫ്രഞ്ച് പരിഭാഷയിലൂടെയാണ് അവർക്ക് 45ാമത്, മറക്കല്ലേ, ഓർത്ത് നോക്കണേ, 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് ലഭിച്ചത്? ആസാദി എന്ന് പറഞ്ഞ കൃതിക്കാണ്. അതുപോലെ തന്നെ 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. അപ്പോൾ 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. അതുപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനൽ കളിച്ച ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രഗ്യാനന്ദ. അപ്പോൾ ആർ പ്രഗ്യാനന്ദയാണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനൽ കളിച്ച ഇന്ത്യൻ താരമേ. അടുത്തത്, 1982 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച MD വാസുദേവൻ നായരുടെ ഗോപുരനടയിൽ എന്ന കൃതി ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? നാടകം എന്ന് ഓർത്ത് വെച്ചാൽ മതി. നാടകത്തിൽ വരുന്നതാണ്. അത് കറണ്ട് അഫെയർ അല്ല, നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഓക്കെ. അടുത്തത്, 2024 പത്മവിഭൂഷൺ പുരസ്കാരം കലാമേഖലയിൽ നിന്ന് നേടിയവർ ആരൊക്കെയാണ്? അപ്പോൾ എന്താണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം കലാമേഖലയിൽ നിന്ന് നേടിയവർ ആരൊക്കെയാണ്? വൈ ജയന്തിമാല, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം. അപ്പോൾ ഓർത്ത് നോക്കല്ലേ, ചിരഞ്ജീവി സിനിമാ നടനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാം. 2024 പത്മവിഭൂഷൺ പുരസ്കാരം കലാമേഖലയിൽ നിന്ന് നേടിയവരാണ് വൈജയന്തിമാല, അതുപോലെ തന്നെ ചിരഞ്ജീവി സിനിമാ നടൻ, അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യം. മറക്കല്ലേ, വൈജയന്തിമാല, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം, പത്മവിഭൂഷൺ 2024 കലാമേഖലയിൽ നിന്ന് നേടിയത്. അപ്പോൾ ടോട്ടൽ 5 പേർക്കാണ് പത്മവിഭൂഷൺ 2024 നേടിയത്, നമുക്കറിയാം. അപ്പോൾ ബാക്കി 2 പേര് M. വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ബിന്ദേശ്വർ പതക്കിന് മരണാനന്തരമാണ് ഇത് ലഭിച്ചത്. ബിന്ദേശ്വർ പതക്കിന് മരണാനന്തരം സാമൂഹ്യ സേവനത്തിനാണ് ലഭിച്ചത്. അപ്പം മരണാനന്തരം 2024 പത്മവിഭൂഷൺ ലഭിച്ചത് ആരെന്ന് പറയും? ബിന്ദേശ്വർ പതക്ക്. ക്ലിയർ ആയേ? അടുത്തത്, ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ജേതാക്കളായത്? ജപ്പാനെ പരാജയപ്പെടുത്തിയാണ്. അപ്പോൾ 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ജേതാക്കളായത് ആരെ പരാജയപ്പെടുത്തിയാണ്? ജപ്പാനെ പരാജയപ്പെടുത്തിയാണ്. അടുത്തത്, 2023 US ഓപ്പൺ ടെന്നീസ്
ടൂർണമെൻറ്റിൽ പുരുഷ വനിത സിംഗിൾസ് ജേതാക്കൾ ആരൊക്കെയായിരുന്നു? അപ്പോൾ 2023 US ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിലെ പുരുഷ വനിതാ സിംഗിൾ ജേതാക്കൾ ആരൊക്കെയായിരുന്നു? നൊവാക് ജോക്കോവിച്ചും അതുപോലെ തന്നെ കോക്കോ ഗോഫും. നൊവാക് ജോക്കോവിച്ചും കോക്കോ ഗോഫും. അപ്പം ഇത് മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് വിംബിൾട്ടണ് US അതുപോലെ തുടങ്ങിയതിൻ്റെ എല്ലാം നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതായത് ടെന്നീസ് ടൂർണമെൻറ്റിനെ പറ്റി. അപ്പോൾ അതൊന്ന് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കും. കണ്ടില്ലെങ്കിലും നിങ്ങൾ ഈ ഓപ്പൺ ടെന്നീസ് US ഓപ്പൺ ടെന്നീസ് അതുപോലെ തന്നെ വിംബിൾട്ടണ് അങ്ങനെയുള്ളതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നൊക്കെ ഉള്ളതൊന്ന് പഠിച്ചിട്ട് പോവുക. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്തത്, വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ്റെ ചെറുകഥ ഏതാണ്? കടൽ തീരത്താണ്. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ്റെ ചെറുകഥ കടൽ തീരത്താണ്. വൈ അയാമേ ഹിന്ദു എന്ന കൃതി രചിച്ചത് ആരാണ്? ശശി തരൂരാണ്. ഇത് പ്രീവിയസ് ചോദിച്ചാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈ അയാമേ ഹിന്ദു എന്ന കൃതി രചിച്ചത് ആരാണ്? ശശി തരൂർ. 2024 T20 വേൾഡ് കപ്പ് വേദിയാവുന്നത് എവിടെയാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 2024 T20 വേൾഡ് കപ്പ് വേദിയാവുന്നത് എവിടെയാണ്? യുഎസിലും വെസ്റ്റ് ഇൻഡീസിലുമാണ്. ഇപ്പോൾ നമ്മുടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാം. 2024 T20 വേൾഡ് കപ്പ് വേദിയാവുന്നത് US വെസ്റ്റ് ഇൻഡീസ്. അതുപോലെ തന്നെ 2024 വനിതാ T20 വേൾഡ് കപ്പ് വേദിയാവുന്നത് ബംഗ്ലാദേശാണ്. മറക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയി പോലെ, നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 2024 T20 വേൾഡ് കപ്പ് പുരുഷ T20 വേൾഡ് കപ്പ് വേദിയാവുന്നത് യുഎസിലും വെസ്റ്റ് ഇൻഡീസിലും. 2024 വനിതാ T20 വേൾഡ് കപ്പ് വേദിയാവുന്നത് ബംഗ്ലാദേശിലാണ്. അതുപോലെ തന്നെ നമ്മൾ വേദികളെ കുറിച്ച് പറയുമ്പോൾ 2024 ഒളിമ്പിക്സ് വേദി വരുന്നത് പാരീസ്, ഫ്രാൻസ് ആണ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി വരുന്നത് പാരീസ്, ഫ്രാൻസ്. അതുപോലെ തന്നെ 2028 ഒളിമ്പിക്സിൻ്റെ വേദി വരുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അതുപോലെ തന്നെ 2032 ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2024 ഒളിമ്പിക്സ് വേദി പാരീസ്, ഫ്രാൻസിലെ പാരീസിലാണ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ക്ലിയർ ആയ? അടുത്തത് 2024 കോപ്പ അമേരിക്കയ്ക്ക് വേദിയാവുന്നത്. 2024 കോപ്പ അമേരിക്കയ്ക്ക് വേദിയാവുന്നത് അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെക്കാമല്ലോ, 2024 കോപ്പ അമേരിക്ക ഓർത്ത് വെക്കാമല്ലോ. അപ്പം 2024 അമേരിക്ക വേദിയാവുന്നത് കോപ്പ അമേരിക്കയ്ക്ക് വേദിയാവുന്നത് അമേരിക്കയാണ്. കോപ്പ അമേരിക്ക എന്താണെന്ന് അറിയാലോ, ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. അപ്പോൾ 2022 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് നേടിയത് ആരാണ്? 2021 ആരാണ്? അർജൻറ്റീനയാണ് നേടിയത്. അടുത്തത് 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ്? കാനഡ, മെക്സിക്കോ, US. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി കാനഡ, മെക്സിക്കോ, US. മറക്കല്ലേ. അടുത്തത്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കോച്ച്. ഈയിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കോച്ചായത് ആരാണ്? അമോൾ മജുംദാർ. മറക്കല്ലേ, ഇന്ത്യൻ വനിതയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കോച്ചായത് ഈയിടയ്ക്ക് ആയത് അമോൾ മജുംദാർ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഒഴിവാക്കിയ ഭേദഗതി ഏതാണ്? 104 ഭേദഗതി 2020. അപ്പോൾ 104 ഭേദഗതി 2020 എന്താണ് പറയുന്നത്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ പ്രാതിനിധ്യം, അതായത് അവരുടെ സംവരണ രീതിയിലുള്ള പ്രാതിനിധ്യം ഒഴിവാക്കിയ ഭേദഗതിയാണ് 104 ഭേദഗതി 2020. അടുത്തത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും 105 ഭേദഗതി എന്താണ്? അതുകൂടെ നമുക്ക് പഠിച്ചു വെക്കാം, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 105 ഭേദഗതി എന്താണ്? OBC പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന പദ്ധതി. അപ്പം 105 ഭേദഗതി OBC പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി. 106 ഭേദഗതി എന്താണ്? വനിതാ സംവരണമാണ്. 106 വനിതാ സംവരണമാണ്. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, മാക്സിമം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എടുത്തിട്ട് പറയേണ്ട വനിതാ സംവരണം, അതായത് നാരീശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെൻറ്റിലെ ആദ്യ ബില്ല് പറയാനാണ് ഒരുപാടുണ്ട്, നമ്മളതെല്ലാം ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 104 ഭേദഗതി എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഒഴിവാക്കിയ ഭേദഗതി. 105 ഭേദഗതി OBC പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭേദഗതി. 106 ഭേദഗതി എന്താണ്? വനിതാ സംവരണം. അടുത്തത്, COP 29 2024 വേദിയാവുന്നത് എവിടെയാണ്? ബാക്കു, അസർബൈജാൻ. അപ്പോൾ COP 29 2024 വേദിയാവുന്നത് ബാക്കു, അസർബൈജാൻ. മറക്കല്ലേ, ബാക്കു, അസർബൈജാൻ. ഇപ്പോൾ 2023 എവിടെയായിരുന്നു? UAE ആയിരുന്നേ, മറക്കല്ലേ. അടുത്തത് G7 ഉച്ചകോടി 2024 50ാമത്തെ വേദിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്.
അപ്പോൾ G7 ഉച്ചകോടി 2024 വേദി 50ാമത്തെ വേദി ഇറ്റലിയാണ്. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി അധികാരം വെച്ചിട്ട് അദ്ദേഹം ഇപ്പം ഇറ്റലി പോയിട്ടുണ്ട് G7 ഉച്ചകോടി പങ്കെടുക്കാനായിട്ട്. അപ്പോൾ 50ാമത്തെ ഉച്ചകോടിയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 50ാമത് G7 ഉച്ചകോടി 2024 വേദി ഇറ്റലിയാണ്. അപ്പോൾ കഴിഞ്ഞത് G7 ഉച്ചകോടി 2023 കഴിഞ്ഞത് ഹിരോഷിമ ജപ്പാനിലായിരുന്നു. ജപ്പാനിൽ. അടുത്തത് 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ്? 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. അതുപോലെ തന്നെ 19ാമത് G20 ഉച്ചകോടി ബ്രസീലാണ്. വേദിയാവുന്നത് ബ്രസീലാണ്. 19ാം G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ബ്രസീലാണ്. അതുപോലെ തന്നെ 18ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ്. നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയിലാണ് 18ാമത് G20 ഉച്ചകോടി വേദിയായത്. അപ്പം അടുത്തത് 19ാമത്തെ G20 ഉച്ചകോടി വേദിയാവുന്നത് ബ്രസീലാണ്. അടുത്തത് ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. അടുത്തത് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാവുന്നത് കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാവുന്നത് കാസർഗോഡാണ്. അടുത്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പം കഴിഞ്ഞാണ്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള വോട്ടർമാരുടെ എണ്ണമാണ് 2.7 കോടിയാണ്. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 2.7 ആണ്. 2.7 കോടി വോട്ടർമാരാണ് കഴിഞ്ഞ നമ്മുടെ ഇപ്പം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള വോട്ടർമാരുടെ എണ്ണം. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വോട്ടർമാർ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്, നമുക്കറിയാം. വോട്ടർമാർ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്, ജനസംഖ്യയും മലപ്പുറമാണ് കൂടുതൽ. അപ്പോൾ വോട്ടർമാർ കുറവുള്ള ജില്ല വയനാടാണ്. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള ജില്ല കോഴിക്കോടാണ്. മറക്കല്ലേ, ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണിദാസൻ, തമിഴ് ഗായകനാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ, തമിഴ് ഗായകൻ. അതുപോലെ തന്നെ 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? N ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് 2023 N ഗോപികൃഷ്ണൻ. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? PK വീരമണിദാസൻ. അദ്ദേഹം ഒരു തമിഴ് ഗായകനാണ്. അടുത്തത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്, അതായത് ബാഫ്റ്റ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ഓപ്പൺഹൈമറിൻ്റെ സംവിധായകനാരാണ്? അപ്പോൾ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. അപ്പോൾ നമുക്ക് പഠിക്കാമല്ലോ, ഈ ബാഫ്റ്റയൊക്കെ പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ബാഫ്റ്റ, കേട്ടോ, ബാഫ്റ്റ ചിലപ്പം ബാഫ്റ്റ എന്നായിരിക്കും ഡയറക്റ്റ് ചോദിക്കുന്നത്, അപ്പോൾ അത് മറക്കല്ലേ. അപ്പോൾ ബാഫ്റ്റ, അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ബാഫ്റ്റ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ഓപ്പൺഹൈമറിൻ്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. അപ്പം ബാഫ്റ്റയിലെ മികച്ച ചിത്രം ആരാണ്? ഓപ്പൺഹൈമർ. അതിൻ്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. അപ്പോൾ അതായത് ബാഫ്റ്റയിലെ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ബാഫ്റ്റയിലെ മികച്ച നടൻ ആരാണ്? കീലിയൻ മർഫി, ഓപ്പൺഹൈമറാണ്. അതുപോലെ തന്നെ മികച്ച നടി എമ്മ സ്റ്റോൺ, പൂവർ തിങ്സ് ആണ്. എമ്മ സ്റ്റോൺ, പൂവർ തിങ്സ്. അപ്പോൾ ബാഫ്റ്റ പഠിച്ചതോടെ നമുക്ക് ഓസ്കാറോടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആവും. 2024 96ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരാണ്? കീലിയൻ മർഫി, ഓപ്പൺഹൈമർ. അപ്പോൾ 96ാമത് 2024 ഓസ്കാർ അവാർഡിലെ മികച്ച നടനാരാണ്? കീലിയൻ മർഫി, ഓപ്പൺഹൈമർ. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോൺ. അപ്പം ബാഫ്റ്റയിലും ഓസ്കാറിലും മികച്ച നടനും നടിയും വ്യത്യാസമില്ല. എമ്മ സ്റ്റോൺ, പൂവർ തിങ്സ്. അപ്പോൾ എമ്മ സ്റ്റോൺ, പൂവർ തിങ്സ് ആണ്. പൂവർ തിങ്സ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച ചിത്രം ഓപ്പൺഹൈമറാണ്. അപ്പോൾ ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനി ഇതുകൂടെ ഒന്ന് ജസ്റ്റ് എന്ന് അറിഞ്ഞിരുന്നത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. UK നിന്ന് വന്നതാണ്, യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് വന്നതാണ്. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് മികച്ച വിദേശ ഭാഷാ ചിത്രം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ദ ബോയ് ആൻഡ് ദ ഹെറോൺ. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? ദ ബോയ് ആൻഡ് ദ ഹെറോൺ. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമാണ് ദ 20 ഡേയ്സ് ഇൻ മാരിയോപോൾ. 20 ഡേയ്സ് ഇൻ മരിയോപോൾ ആണ് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ് വരുന്നത്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. ഇപ്പോൾ ഓസ്കാറിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. അടുത്തത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയ ചിത്രം ഓപ്പൺഹൈമറാണ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ചിത്രം ഓപ്പൺഹൈമറാണ്. ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത്. അടുത്തത് ബഹിരാകാശത്ത്
ബഹിരാകാശത്ത് ആദ്യ ചലച്ചിത്രം നിർമ്മിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റഷ്യയാണ്. ഇപ്പോൾ ബഹിരാകാശത്ത് ആദ്യ ചലച്ചിത്രം നിർമ്മിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. മറക്കല്ലേ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നൈപ്പർ. ലാൻഡർ സ്ലിം എന്നാണ് പറയുന്നത് അതിൻ്റെ. അപ്പം 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യം ഏതാണ്? മൂൺ സ്നൈപ്പർ. അതുപോലെ തന്നെ ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പെലോഡ് ഏതാണ്? അപ്പം ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പെലോഡ് ഏതാണ്? ചാസ്തെ. മറക്കല്ലേ, ചാസ്തെ ചോദിക്കുക. പെലോഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കണേ. അതായത് ചന്ദ്രയാൻ 3 നമ്മുടെ പെലോഡ്സ് ഇല്ലേ, അതിൻ്റെ ജസ്റ്റ് ഞാൻ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ചന്ദ്രയാൻ 3 നിന്ന് ഒരു ക്വസ്റ്റ്യൻ നാളെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ അതിനകത്തിലെ മെയിനായിട്ടുള്ള ചന്ദ്രയാൻ 3യുടെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കണം. എന്നാണ് വിക്ഷേപിച്ചത്, പ്രോജക്ട് ഡയറക്ടർ ആരാണ്, അതുപോലെ തന്നെ ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ചന്ദ്രയാൻ 3യുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം, അതുപോലെ തന്നെ ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണം നടത്തുക, ചന്ദ്രനിലെ താപനിലയെക്കുറിച്ച് വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പെലോഡാണ് ഈ ചാസ്തെ എന്ന് പറയുന്നത്. ചാസ്തയുടെ ഫുൾ ഫോം എന്താണ്? അതോടെ ഓർത്ത് വെച്ചോ. ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില കുറയുന്നു. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3യെക്കുറിച്ച് എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ അതിനകത്തിൽ തന്നെ ചന്ദ്രയാൻ 3യിൽ നമ്മൾ ലാൻഡർ പെലോഡ്, റോവർ പെലോഡ്, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പെലോഡ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ടൊന്ന് പോകണേ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തത് ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയത് എന്നാണ്? ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയത് 2024 ജനുവരി 6 ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അതുപോലെ തന്നെ അത് ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് നമുക്കറിയാം 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം മറക്കല് PSLV C57. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. അതുപോലെ തന്നെ മിഷൻ ഡയറക്ടർ SR ബൈജു. അപ്പോൾ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. അതോടെ ഓർത്ത് നോക്കണേ. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗര ഭൗമ ലഗ്രാഞ്ചിയൻ പോയിന്റ് L1 ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6. അപ്പോൾ ആ പോയിന്റ് ഉപയോഗിക്കത്തില്ല. അപ്പോൾ അടുത്തത് ഇനി 7 പെലോഡ്സ് ആണ് ആദിത്യ L1 ബന്ധപ്പെട്ട് വരുന്നത്. അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, അതുപോലെ തന്നെ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ സോളാർ ലോ എനർജി സ്പെക്ട്രോമീറ്റർ, അതുപോലെ തന്നെ മാഗ്നോമീറ്റർ. അപ്പോൾ ഇത്ര 7 പെലോഡ്സ് ആണ് വരുന്നത്. ആ പെലോഡ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട്സ് ഒന്ന് വായിച്ചിട്ട് പോവുക. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ L1 കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 എന്നായിരിക്കും ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. എന്നാലും രണ്ടും നമ്മൾ മാക്സിമം നോക്കിയിട്ട് പോകാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ് ആദ്യത്തെ L1 ചന്ദ്രയാൻ 3 ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് വിക്ഷേപിച്ച 2024 ജനുവരി 1 വിക്ഷേപണ വാഹനം PSLV C58 PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റിൻ്റെ മിഷൻ്റെ ലക്ഷ്യം. അപ്പം അതുപോലെ തന്നെ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹങ്ങൾ അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ വരുന്നത്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം US ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ മിഷനൊപ്പം അപ്പോൾ നമ്മുടെ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റും വിക്ഷേപിച്ചു. അപ്പോൾ ഈ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റും വിക്ഷേപിച്ചു. അതുപോലെ തന്നെ ലക്ഷ്യം എന്താണ് എക്സ്പോസാറ്റിൻ്റെ? കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം വിസാറ്റ് വിക്ഷേപിച്ചത് അതിനാണ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കുക. എക്സ്പോസാറ്റ്, ചന്ദ്രയാൻ 3, ആദിത്യ L1 കംപ്ലീറ്റ് പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിട്ട് അകത്തുനിന്നൊക്കെ ചോദിക്കാം. കഴിഞ്ഞ വട്ടം ആദിത്യ L1 ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 നിന്നും എക്സ്പോസാറ്റിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ PSLV എത്ര ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പോസാറ്റ്, അതുപോലെ തന്നെ
ആദിത്യ L1 ചന്ദ്രയാൻ 3. നമ്മുടെ ISRO എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഇറാൻകാരിയാണ്, ഇറാനിലെ മാധ്യമപ്രവർത്തകയാണ്. അതുപോലെ തന്നെ നർഗീസ് മുഹമ്മദിക്ക് UN പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചിരുന്നു. അപ്പോൾ നോബൽ പ്രൈസ് ഒന്ന് നോക്കിയിട്ട് പോകണം. നോബൽ പ്രൈസിൻ്റെ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മാക്സിമം ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോബൽ പ്രൈസ് മാക്സിമം നോക്കിയിട്ട് പോകാൻ. നോബൽ പ്രൈസിനൊക്കെ മാർക്ക് വളരെയധികം ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് ഇനിയിപ്പം സമയമില്ല, നിങ്ങൾ മാക്സിമം ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം റിവിഷനായിട്ട്. ഇനി റിവിഷനായിട്ട് നോക്കേണ്ടത് ISRO ടോപ്പിക്സ്, അതായത് ആദിത്യ L1 അതുപോലെ തന്നെ ചന്ദ്രയാൻ 3, അതുപോലെ തന്നെ എക്സ്പോസാറ്റ് തുടങ്ങിയവ പഠിക്കണം. അതുപോലെ തന്നെ നോബൽ പ്രൈസ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഓസ്കാർ അവാർഡ്സ് അടുത്തിടെ നടന്ന വേദിയായ നഗരങ്ങൾ, അതിൻ്റെ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. വേദിയായ നഗരങ്ങൾ, കാര്യങ്ങൾ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡ്സുകൾ, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോകാം. മാക്സിമം നിങ്ങൾ കറണ്ട് അഫെയർ ടോപ്പിക്സിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്കൊരു ഉപകാരപ്രദമാകുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യാൻ പോകുന്ന രീതിയിലുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കല്ലേ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിലൊരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.